പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവമുള്ളൊരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ വരെ കോഴിക്കോട് കോർപ്പറേഷൻ ചില ഭാഗങ്ങളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് പോലുള്ള പ്രദേശങ്ങളിൽ പോലും ഇതിന്റെ സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിന്റെ ഭാഗമായി സർക്കാരും കോർപ്പറേഷനും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ 17ാം വാർഡിലെ നമ്മൾ സ്ഥിരമായി മാസത്തിലൊരിക്കൽ ചേരുന്ന വാർഡ് അവലോകന യോഗത്തിൽ HI പങ്കെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ചില നടപടികൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. HI പങ്കെടുത്ത് ഇന്നലെ ആശാ വർക്കർമാർ, അതുപോലെ വാർഡിലെ റെസിഡൻസ് ഭാരവാഹികൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇതിനെ തുരത്തി ഓടിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന്റെ ചില നടപടികൾ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചതിന്റെ ഭാഗമായി നമ്മുടെ വാർഡിലെ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നമ്മുടെ പരിസരത്തും നമ്മുടെ വീടുകളിലുമുള്ള എല്ലാ ജലാശയങ്ങളും, കിണറുൾപ്പെടെയുള്ള എല്ലാ ജലാശയങ്ങളും ക്ലോറിനേഷൻ ചെയ്യണമെന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇന്നലെ സ്ക്വാഡ് രൂപീകരിച്ചു. അതാത് പ്രദേശത്തെ ആശാ വർക്കർമാർ, റെസിഡൻസ് ഭാരവാഹികൾ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, ഇവർ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ വീടുകളിലും എത്തി നിർബന്ധമായും ക്ലോറിനേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി നമ്മുടെ സ്ക്വാഡ് വീട്ടിൽ വരുന്ന സമയത്ത് അവരുമായി നന്നായി സഹകരിക്കണം. ഒരു കാരണവശാലും ഇത് ചെയ്യാതിരിക്കരുത്. ഇന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. ഭയപ്പെടുത്താനല്ലെങ്കിലും നല്ല ജാഗ്രതയ്ക്ക് വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പരിസരത്ത് ഏതെങ്കിലും ജലാശയം അങ്ങനെ ക്ലോറിനേഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ ആശാ വർക്കർമാർ അല്ലെങ്കിൽ എന്നെ വാർഡ് കൌൺസിലറെയോ നിർബന്ധമായും അത് അറിയിക്കണം. അത് ക്ലോറിനേഷൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചില സ്ഥലങ്ങളിൽ നമ്മൾ വിചാരിക്കും മത്സ്യങ്ങളുണ്ട്, അവിടെ ക്ലോറിനേഷൻ ചെയ്താൽ മത്സ്യം ചത്തുപോകും എന്നൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ നിസ്സാരമായി കാണരുത്. മത്സ്യങ്ങളെക്കാളും പ്രാധാന്യം ജീവനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഈ അപകടത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണമെന്ന് സർക്കാരിന്റെയും ഹെൽത്ത് അധികാരികളുടെയും നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ ഈ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.